നടിയെ നടുറോഡിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ ദിലീപിന് ഊരാൻ കൊടുക്കാവുന്നത് മഞ്ജു വാര്യരുടെയും പൾസർ സുനിയുടെയും മൊഴി. ജാമ്യത്തിലിറങ്ങിയ പൾസർ സുനി അടച്ചിട്ട കോടതിയിൽ നൽകിയ മൊഴി പ്രകാരം പൾസർ സുനിക്ക് ദിലീപുമായും കാവ്യ മാധവനുമായും വർഷങ്ങളായി ബാധവുമുണ്ട്. 4.5 വർഷത്തോളം താൻ കാവ്യ മാധവന്റെ ഡ്രൈവർ ആയിരുന്നുവെന്ന് പൾസർ സുനി കോടതിയിൽ സമ്മതിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പൾസർ സുനി ശക്തമായി തന്നെ തന്റെ നിലപാട് പറഞ്ഞു. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അയാൾ കടന്ന് നെട്ടോട്ടം ഓടുകയാണ്. അതിനിടയിലാണ് അയാൾ കൃത്യമായ ഒരു സൂചന നൽകിയിരിക്കുന്നത്, കൃത്യമായ വിശദീകരണം നൽകിയിരിക്കുന്നത്. 4.5 വർഷം ദിലീപുമായും കാവ്യ മാധവനുമായും അടുത്ത ബന്ധമുള്ള ആളായിരുന്നു താൻ. പൾസർ സുനിയുമായി ബന്ധമില്ലായിരുന്നു, പൾസർ സുനിയെ തനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെയാണ് ദിലീപ് പറഞ്ഞുകൊണ്ട് നടന്നത്. അതൊക്കെ വെറുതെയായി മാറി. പൾസർ സുനിയും ദിലീപും തമ്മിൽ അനിഷേധ്യമായ ബന്ധമുണ്ടെന്ന് പൾസർ സുനി തന്നെ പറഞ്ഞു കഴിഞ്ഞു കോടതിയിൽ എന്നാണ് നമുക്ക് ലഭിക്കുന്ന, പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന സൂചന. ദിലീപിന് മറ്റൊരു കുരുക്കായി മാറുന്നത് മഞ്ജു വാര്യരുടെ മൊഴിയാണ്. മഞ്ജു വാര്യർ തന്നെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ടെസ്റ്റ് സമ്മാനിച്ചത്. ബാലേന്ദ്രകുമാറിന് മുമ്പ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വലിയൊരു ടെസ്റ്റ് നൽകിയത് മഞ്ജു വാര്യരാണ്. മഞ്ജു വാര്യരാണ് ആദ്യമായി നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ഇതൊരു കൊട്ടേഷൻ ഏർപ്പാടാണെന്ന് പറഞ്ഞത്. പിന്നീട് പൃഥ്വിരാജ് അടക്കം രംഗത്ത് വന്നു. മഞ്ജു വാര്യർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി ദിലീപിന് ഊരാക്കുടുക്കായി മാറിയിരിക്കുകയാണ്. ദിലീപും ആക്രമണത്തിന് ഇരയായ അതിജീവിതയും തമ്മിൽ വൈരാഗ്യമുണ്ടായിരുന്നുവെന്നും ആ വൈരാഗ്യത്തിന് കാരണം താനും ദിലീപുമായുള്ള കുടുംബ പ്രശ്നങ്ങൾ ആയിരുന്നുവെന്നും ഒക്കെയാണ് മഞ്ജു വാര്യർ മൊഴി നൽകിയിരിക്കുന്നത് കോടതി. അന്വേഷണ സംഘത്തിന് മുമ്പാകെ മഞ്ജു വാര്യർ കൃത്യമായ തെളിവുകളോടെയുള്ള മൊഴിയാണ് നൽകിയത്. ഇതോടെ ദിലീപിന്റെ കാര്യം വല്ലാത്ത പരുങ്ങലിലായി മാറിയിരിക്കുകയാണ്. പൾസർ സുനി ഇപ്പോൾ കൊടുത്ത മൊഴി അടച്ചിട്ട കോടതിയിലാണ് ഇപ്പോൾ വാദം നടക്കുന്നത്. അന്തിമവാദമാണ് നടക്കുന്നത്. അന്തിമവാദം നടക്കുമ്പോൾ പൾസർ കൊടുത്ത മൊഴി ദിലീപിന് എതിരാണ് എന്ന് മാത്രമല്ല, പൾസർ സുനിയെ തനിക്ക് അറിയില്ല എന്ന് ദിലീപ് പറഞ്ഞത് എല്ലാം കള്ളമാണെന്ന് തെളിയിക്കുന്ന മൊഴിയാണ് പൾസർ കൊടുത്തത്. 4.5 വർഷമാണ് കാവ്യ മാധവന്റെ സാരഥിയായിരുന്നത് പൾസർ സുനി. 4.5 വർഷം കാവ്യ മാധവന്റെ സാരഥിയായിരുന്നു അയാൾ. ആ മൊഴിയാണ് അയാൾ കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, ഒരുപാട് ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് ശേഷം അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് നന്നായി പണിയെടുത്തപ്പോൾ കിട്ടിയ മൊഴികൾ, അതിൽ ഏറ്റവും പ്രധാനമാകുന്നത് മഞ്ജു വാര്യരുടെ മൊഴിയാണ്. മഞ്ജു വാര്യർ മണിക്കൂറുകളാണ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. മഞ്ജു വാര്യരുടെ മൊഴി പ്രകാരമാണെങ്കിൽ ദിലീപും നടിയും തമ്മിലുള്ള വൈരാഗ്യം അവർ തുറന്ന് സമ്മതിച്ചു. നടിയോടുള്ള വൈരാഗ്യം നിമിത്തമാണ് ദിലീപ് കൊട്ടേഷൻ കൊടുത്തതെന്ന് മഞ്ജു വാര്യർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഈ 2 മൊഴികളാണ് ദിലീപിനെ കുരുക്കുന്നത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തിരിച്ചുവരവ് അപ്രാപ്യമായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സിനിമകൾ തുടരെ പരാജയപ്പെടുകയാണ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടും, എന്ത് കോപ്രായം കാണിച്ചിട്ടും സിനിമകൾ വിജയിക്കുന്നില്ല. ദിലീപിന്റെ സിനിമകൾ ആരാധിച്ചിരുന്ന ഒരു തലമുറ, ദിലീപിന്റെ സിനിമകളെ ആരാധിച്ചിരുന്ന ഒരു വിഭാഗം ആൾക്കാർ പണ്ടിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. മലയാള സിനിമ അടിമുടി മാറിയ മലയാള സിനിമയ്ക്കൊപ്പം മോഹൻലാലും മമ്മൂട്ടിയും സഞ്ചരിച്ച് തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ചും മമ്മൂട്ടി അടുത്ത കാലത്തെല്ലാം ചെയ്യുന്നത് ന്യൂജൻ സിനിമകളാണ്. ഭീഷ്മപർവം തൊട്ട് ഇങ്ങോട്ടുള്ള മമ്മൂട്ടിയുടെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്നതെല്ലാം ന്യൂജൻ സിനിമകളാണ്.
ഇതാണ് ദിലീപ് ഔട്ടാകാനുള്ള സാഹചര്യം. ഈ കേസ് ഉണ്ടാകുന്നതിന് മുമ്പ് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം താരമൂല്യമുള്ള നടനായിരുന്നു ദിലീപ്. പക്ഷെ ഇപ്പോൾ ദിലീപ് താരമൂല്യമുള്ള നടനല്ല. ദിലീപിന്റെ സിനിമകൾ അടിക്കടി പരാജയപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ ദിലീപ് ഏറെ പ്രതീക്ഷയോടെ ചെയ്ത തങ്കമണി എന്ന ചിത്രവും പരാജയപ്പെട്ടു. മഞ്ജു വാര്യറും പൾസർ സുനിയും കോടതിയിൽ നൽകിയിരിക്കുന്ന മൊഴി ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭകരമല്ല. ഇനി അങ്ങോട്ട് ഒട്ടും ശുഭകരമല്ല. ഇനി അങ്ങോട്ട് ദിലീപിനെ വരിഞ്ഞു മുറുകുന്ന രീതിയിലായിരിക്കും വാദങ്ങൾ നടക്കുക. ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടി രാമൻപിള്ള വക്കീൽ കൈമെയ് മറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ വെള്ളത്തിൽ വരച്ച രേഖകളായി പോകാനാണ് സാധ്യത. കാരണം ദിലീപ് കുറ്റം ചെയ്തു എന്നുള്ളതിൽ ആർക്കും ഒരു സംശയവും ഇല്ല. പൾസർ സുനിയെ തനിക്ക് അറിയില്ലെന്നും പൾസർ സുനി തന്നെ വെറുതെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞു നടന്ന ദിലീപിന് തെളിവുകൾ സഹിതമാണ് കോടതിയിൽ പൾസർ സുനി മറുപടി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മഞ്ജു വാര്യർ കൃത്യമായ മൊഴി അന്വേഷണ സംഘത്തിന് കൈമാറി. ദിലീപും അതിജീവിതയും തമ്മിൽ വലിയൊരു ശത്രുത നിലനിന്നിരുന്നു. അതിജീവിതയെ നടുറോഡിൽ വെച്ച് കൊല്ലാക്കൊല ചെയ്തത്, പീഡനത്തിലൂടെ കൊല്ലാക്കൊല ചെയ്തത് ആ ശത്രുതയുടെ പര്യവസാനമാണ്. അതിജീവിതയെ വളരെ ക്രൂരമായാണ് ദിലീപ് കൊട്ടേഷൻ കൊടുത്ത് പീഡിപ്പിച്ചത്. അതിന് കാരണവുമുണ്ട്. ഒരു ഘട്ടത്തിൽ ദിലീപും മഞ്ജു വാര്യരും വേർപിരിഞ്ഞപ്പോൾ കാവ്യ മാധവൻ അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതിജീവിത മഞ്ജു വാര്യർക്ക് ഒപ്പം നിന്നു. അതുവരെ ദിലീപുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു അതിജീവിത. പക്ഷേ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ദിലീപും മഞ്ജു വാര്യരും കാവ്യ മാധവന്റെ വരവോടുകൂടി തെറ്റിയപ്പോൾ മഞ്ജു വാര്യർക്കൊപ്പം ഏകശിലാഫലകം പോലെ നിന്നു അതിജീവിത. അവിടെയാണ് ദിലീപിന്റെ കണക്ക് കൂട്ടലുകൾ പാളിപ്പോയത്. അതിന്റെ വൈരാഗ്യമാണ് ദിലീപ് തീർത്തത്. മാത്രമല്ല അതിജീവിതയും ദിലീപും തമ്മിൽ ഒരുപാട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. തൻ്റെ ബിനാമി ഇടപാടുകൾ ദിലീപ് നയിക്കുന്നത് അതിജീവിത വഴിയായിരുന്നു. ആ ബിനാമി ഇടപാടുകളാണ് മഞ്ജു വാര്യരുമായുള്ള ബന്ധശേഷം ദിലീപിന് നഷ്ടപ്പെട്ടത്. അതിജീവിത ദിലീപുമായുള്ള ബിനാമി ഇടപാടുകൾ, ആ ഇടപാടുകളിലൂടെ ലഭിക്കുന്ന സമ്പത്ത് മഞ്ജു വാര്യർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞതാണ് ദിലീപിനെ പ്രകോപിപ്പിച്ചത്. ഇതൊക്കെ മഞ്ജു വാര്യർ കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞു. ദിലീപിന് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാവുന്നത് മഞ്ജു വാര്യരുടെ മൊഴിയും പൾസർ സുനിയുടെ മൊഴിയുമാണ്. ഈ രണ്ട് മൊഴികളും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ചുരുക്കത്തിൽ ഗോപാലൻ പാടുപെടും കോടതി.